ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് BJPയുടെ ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ വാർത്ത വരും. ഒരുപക്ഷെ അത് BJPയിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? BJPക്ക് പുതിയ അധ്യക്ഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ഉണ്ടാവും. 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ BJP അധ്യക്ഷൻ JP നഡ്ഡയുടെ കാലാവധി കഴിഞ്ഞതാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേക സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകിയതുമാണ്. അത് കഴിഞ്ഞപ്പോൾ വർഷം 1 കഴിയുന്നു. അപ്പോഴും പുതിയ പ്രസിഡന്റ് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പുരികങ്ങൾ ചുളിയുന്നതാണ്. ഒരു പാർട്ടിക്ക് അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രതീക്ഷകളാണ്. ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംബോളിക് ഒരു റോള് കൂടിയാണ്. അധികാരം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ദളിത് അധ്യക്ഷനുണ്ടായ ഒരു കാലഘട്ടം, ബഗാരു ലക്ഷ്മൺ ആന്ധ്രാക്കാരനായ ഒരാളുണ്ടായ ഒരു കാലഘട്ടം, ഒരു വനിതാ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും പ്രസക്തമാണ്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തതകളുള്ളൊരു പാർട്ടി എന്ന നിലയിൽ നേതൃസ്ഥാനങ്ങളിലേക്ക്, അത് നോമിനേറ്റഡ് പൊസിഷനാകട്ടെ, ഗവർണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളായിട്ട് ഗവർണറ്റോറിയൽ പൊസിഷനാകട്ടെ, രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ ആയിക്കൊള്ളട്ടെ, എന്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നവരുടെ പ്രൊഫൈൽ വെച്ച് നോക്കിയാലും ശരി. നോക്കൂ, APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ്. നോക്കണം, അത് കോൺഗ്രസ് ഗവൺമെൻറ് സമയത്തല്ല എന്ന് നോക്കണം. അത് വ്യത്യസ്തതയാണ്. ഒരു ശാസ്ത്രജ്ഞനെ, ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞനെ, അത് മുസ്ലിം മുഖമുള്ള ഒരാളെ കൊണ്ടുവരുന്നു, പ്രത്യേകതയാണ്. ഒരു ആദിവാസി വനിത ഇപ്പോൾ നിലവിൽ രാഷ്ട്രപതിയാണ്. അതിന് മുൻപൊന്നും അധികം അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ, ദ്രൗപദി മുർമു, മുൻ രാഷ്ട്രപതി, ദളിത് വിഭാഗക്കാരനായ ആളാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ there are symbolic gestures always involved. അതൊരിക്കൽ കൂടി BJPയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ്. വലിയ അധികാരങ്ങളൊന്നും ഇവിടെ പറയാനില്ല. കാരണം BJPയുടെ സംഘടനാ ചട്ടക്കൂടനുസരിച്ച് പ്രസിഡന്റിന് അധികാരങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന നിലയിൽ മാത്രമാണ്. അല്ലാതെ എല്ലാം ഓവർ ആർച്ചിങ്. നരേന്ദ്രമോദി ഇതുവരെ BJPയുടെ പ്രസിഡന്റ് ആയിട്ടില്ല എന്ന് ഓർക്കണം. പക്ഷേ പലരും, വിഖ്യാതരായ പലരും പ്രസിഡന്റ് ആയിട്ടുണ്ട്. ചിലരൊക്കെ അധികം തലയെടുപ്പുള്ള ആളുകളായിരുന്നില്ല. അതുകൊണ്ട് വളരെ വലിയ തലയെടുപ്പുള്ള ഒരു തലയെടുപ്പെന്ന് ഞാൻ പറയുമ്പോൾ നിലവിൽ വൻ തോക്കുകൾ എന്ന് പറയാൻ ഒക്കുന്നത് നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥ്, ഇങ്ങനെയുള്ള അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊക്കെ നിർദ്ദേശിക്കാൻ തക്ക വലിപ്പമുള്ള ആളുകൾ. പക്ഷെ അവരൊന്നും ആയിരിക്കില്ല BJPയുടെ പ്രസിഡന്റായി വരുന്നത്. JP നഡ്ഡ പോലും അത്ര വലിയൊരു ലീഗിലെ നേതാവാണ് എന്ന് പറയാൻ ആവില്ല. അതുകൊണ്ട് BJP തലപ്പത്തേക്ക് വരുന്ന ആൾ തീർച്ചയായും എന്തെങ്കിലും പാർട്ടിക്ക് ജനങ്ങളോടായി ചിലത് പറയാനുണ്ട്, സിംബോളിക്കായ ചിലത് പറയാനുണ്ട്. ആ ഒരു സൂചന കൂടി പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ വനിതയാകാം, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാകാം, അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങളിൽപ്പെടുന്നയാളാകാം. അതുമല്ല എങ്കിൽ വേണമെങ്കിൽ കോർ BJP സംഘടനാ സംവിധാനത്തിലൂടെ വന്ന ആളുകളുമാകാം. പക്ഷേ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് ഈ സമയത്ത്, മൈ ടേക്ക് ഈസ് എ വെരി സിംബോളിക് ജസ്റ്റർ ക്യാൻ ബി എക്സ്പെക്റ്റഡ്. കേരളത്തിൽ നിന്നും 2 മന്ത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ പോലും ആ ഒരു സിംബോളിക് ജസ്റ്റർ നമ്മൾ കണ്ടതാണ്, അല്ലേ? ന്യൂനപക്ഷ സമുദായത്തിൽ പെടുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയായി കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആ ഒരു സഡൻ, ഈ അപ്രതീക്ഷിതമായ ഒരു നീക്കം കണ്ട. ആ ചടുലതയാണ് BJPയെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തരാക്കി നിർത്തുന്നത്. പക്ഷേ ഇനിയും പുതിയൊരാൾ വന്നാലും നമുക്കിപ്പോഴും ഈ കാര്യങ്ങളെല്ലാം, അതിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ ഒരു മോദി, അമിത്ഷാ അച്ചുതണ്ടിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ രാമലക്ഷ്മണന്മാർ. ഇവിടെ ലക്ഷ്മണനാണ് തന്ത്രജ്ഞൻ എന്ന് മാത്രം. ഇവിടെ ശ്രീരാമൻ്റെ ഭരണം നടക്കുമ്പോൾ ലക്ഷ്മണൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധിക്കുന്ന, വെളിയിൽ നിന്നോ അകത്തു നിന്നോ വരാൻ സാധിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വൈതരണികളെയും എല്ലാം അതിജീവിക്കുന്ന രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റോളാണ് അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യനുള്ളത്. അപ്പോൾ അമിത്ഷായുടെ
ആ ഒരു റോൾ പെർഫെക്റ്റായി അമിത്ഷാ ചെയ്യുകയും ചെയ്തു. ഗുജറാത്ത് ടീം തന്നെയാണ് കേന്ദ്രത്തിലേക്ക് പറിച്ചു നഷ്ടപ്പെട്ടത്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആയിരുന്നല്ലോ. ഈ ഗുജറാത്ത് കലാപ സമയത്ത് പോലും ആ ടീമാണ് മുന്നോട്ട് പോയത്. ആ ടീം തുടർന്നു. ആ ടീം അതുപോലെ തന്നെ കേന്ദ്ര പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന നിലയിൽ മോദി അമിത്ഷാ ടീം പോയി. അപ്പോൾ മോദിക്ക് സ്വതന്ത്രമായി ഭരണം നിർവഹിക്കണം എങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നല്ലൊരു ടീം വേണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, മന്ത്രിസഭ എന്ന് പറയുന്നത് ഒന്നാം തരം ടീമാണ്. BJPയുടെ ഒരു വലിയ ഒരു കോർ ഒരു വർക്കറൊന്നും ആയിരുന്നില്ല ഈ നിർമ്മല സീതാരാമനോ ധനമന്ത്രി, അതല്ലെങ്കിൽ അശ്വിനി വൈഷ്ണവ്, അദ്ദേഹം സിവിൽ സർവീസിൽ നിന്ന് വരുന്ന ആളാണ്, റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. ഇപ്പം നല്ല കഴിവുള്ള ഒരുപാട് പേര്, ഇപ്പോൾ രാജ്നാഥ് സിംഗിൻ്റെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ അതുപോലെയുള്ള ആളുകളുടെ ഗണത്തിലല്ല ഈ ആളുകളെ പെടുത്താവുന്നത്. അപ്പം അങ്ങനെ കോർ കോമ്പറ്റൻസി, അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നു. അപ്പം നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് കൊടുക്കാൻ മോദി ആൻഡ് മിനിസ്ട്രിക്ക് കഴിയുന്നു. അതേസമയം പാർട്ടിയിൽ ദൗർബല്യം ഉണ്ടാകാതെ നോക്കേണ്ട ചുമതലയുണ്ട്. അപ്പോൾ പാർട്ടിയുടെ നേതാവായി വരുന്നയാൾ മറ്റൊരു പവർ സെൻറ്ററായി വന്നാൽ മോദിക്കത് ബുദ്ധിമുട്ടായി വരും. ശക്തമായ ഒരു പ്രധാനമന്ത്രിയും ടീമും ഭരണത്തിലുള്ളപ്പോൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പാർട്ടി പ്രവർത്തിക്കാൻ. പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കണം. പാർട്ടി ഒരു അധികാര കേന്ദ്രമാക്കി വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിൽ ശക്തമായി തുടരുന്നതിൻ്റെ പ്രധാന കാരണം പാർട്ടി ജനറൽ സെക്രട്ടറി താരതമ്യേന ദുർബലനാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ആദരവോടുകൂടിയും പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനോടുള്ള എല്ലാ ആദരവോടുകൂടിയും പറയുകയാണ്, പിണറായിയുടെ ഒപ്പം തലപ്പൊക്കം അവകാശപ്പെടാൻ ഒരുപക്ഷെ MV ഗോവിന്ദന് കഴിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് രീതികൾ എന്താണ്? Whoever is the party general secretary shall be the most powerful person. മുഖ്യമന്ത്രി രണ്ടാമതാണ്. ആ ഒരു തർക്കം നമ്മൾ കണ്ടതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി, അല്ല ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഉണ്ടായ മുപ്പിളമ തർക്കം പ്രസിദ്ധമാണ്. അതുപോലെ ഒന്നില്ല ഇപ്പോഴെന്ന് ഓർക്കണം. പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം പിണറായി വിജയൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് പാർട്ടിയുടെയും മുഖം, ഗവൺമെൻറ്റിൻ്റെയും മുഖം. അതങ്ങനെയാണോ ആകേണ്ടത് എന്നത് ഒരു ഡിബേറ്റബിൾ ചോദ്യമാണ്. അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണ്. അത് സംഹൗ ഇറ്റ് വർക്ക്സ്. അതുകൊണ്ടാണ് ആരാണ് പാർട്ടി പ്രസിഡന്റ് എന്നത് വളരെ പ്രസക്തമാണ്. ഇപ്പോഴത്തെ ചോദ്യം, നമ്മുടെ ഈ ഡിസ്കഷൻ്റെ കോർ എന്ന് പറയുന്നത് പാർട്ടി പ്രസിഡന്റ് എന്ന പദവിയെക്കുറിച്ചാണ്. നരേന്ദ്രമോദിയുടെ ഒരു ഭരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഒരു കൈത്താങ്ങ് നൽകുന്ന പാർട്ടി ഘടനകൾ, ആ രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്ന, മോദിക്ക് കൂടി വളരെ സ്വീകാര്യനാകുന്ന, RSSന് കൂടി സ്വീകാര്യനാകുന്ന ഒരാളാവണം. കാരണം എന്തുകൊണ്ട്? രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറഞ്ഞാൽ RSSൻ്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാർ ദർശനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഘടനാപരമായ സംവിധാനമായി ഗവൺമെൻറ്റിനെ കാണുമ്പോൾ, പാർട്ടിയെ കാണുമ്പോൾ, പാർട്ടിയുടെ തലപ്പത്തും RSSന് സ്വീകാര്യനായ ഒരാൾ ഉണ്ടാവണം എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് ആ രീതിയിലുള്ള നീക്കങ്ങളാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കോൺവെർസേഷൻസ്, ഡിസ്കഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വ്യക്തി, ആരും പ്രതീക്ഷിക്കാതെ, ഇപ്പോഴൊന്നും പേരുകൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോലും ആവാത്ത നിലയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.